സ്നേഹമുള്ളവരെ, നമ്മൾ ദൃശ്യാവിഷ്കാരത്തോടെ കുരിശിൻ്റെ വഴി കുറച്ച് നാളത്തെ നമ്മുടെ ഒരുക്കത്തിന് ശേഷം നമ്മൾ ആരംഭിക്കുകയാണ്. പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ കുരിശിൻ്റെ വഴിയാണ് നമുക്ക് ഈ കർത്താവിൻ്റെ പീഡാസഹനങ്ങളെ ഓർത്തുകൊണ്ട് നമുക്ക് പങ്കെടുക്കാം. ധ്യാനാത്മകമായി ഇതിൽ പങ്കെടുക്കാൻ പ്രത്യേകം പരിശ്രമിക്കുക. എല്ലാവരും നിശബ്ദമായിരിക്കുക. പ്രാർത്ഥനാ ചൈതന്യത്തോടെ ഇതിൽ പങ്കെടുക്കാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. നമുക്കറിയാം, ജോസഫേട്ടൻ്റെയും മറ്റുള്ളവരുടെയൊക്കെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായിട്ട് അവർ അത് ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് സജീവമായി ഒപ്പം ഭക്തിപൂർവം പ്രാർത്ഥനയോടെ നമുക്കിതിൽ പങ്കെടുക്കാം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സുഹൃത്തുക്കളെ, അച്ഛൻ പറഞ്ഞതുപോലെ ഇതൊരു നാടകം കാണുന്ന പോലെ കാണരുത്. ഇത് നമ്മൾ അടുത്ത ആഴ്ച വലിയ ആഴ്ചയാണ്. നമ്മുടെ യേശു നമുക്ക് വേണ്ടി എത്ര സഹിച്ചു, എത്രമാത്രം യേശു നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളത് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അനുഷ്ഠാനമാണ്. ഒരു നാടകമോ സിനിമ കാണുന്ന പോലെ കാണരുത്. നമ്മൾ തീവ്രമായ യേശുവിൻ്റെ ആ ദുഃഖത്തോടും ആ വേദനകളോടും പീഡകളോടും നമ്മൾ ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ യേശു എനിക്ക് വേണ്ടി നമുക്ക് വേണ്ടി എത്രമാത്രം സഹിച്ചു, അത്രമാത്രം സ്നേഹിച്ചു എന്നുള്ളതിന് ഒരു അംശം നിങ്ങൾക്ക് കാണിക്കാൻ പറ്റിയെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മൾ ഹൃദയത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ധന്യരായി. ഞങ്ങളെല്ലാവരും, ഞങ്ങൾക്കറിയാം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വന്ന് ചെയ്യുന്നത്. ഒരു പ്രത്യേക ജനറൽ നിയോഗം എല്ലാവർക്കും ഉണ്ട്. നമ്മുടെ ഒരു പള്ളി സെൻറ്റ് തോമസ് സീറോ മലബാർ സ്കാർബറോ ചർച്ചിൻ്റെ ഏറ്റവും വലിയ വേദനയാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയ നമ്മുടെ റിലീക്സ്, സെൻറ്റ് തോമസിൻ്റെ റിലീക്സ്. അത് കണ്ടുകിട്ടുന്നതിന് വേണ്ടിയിട്ട് അതാണ് നമ്മുടെ നിയോഗം, ജനറൽ നിയോഗം. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞങ്ങൾ പറയാണ്, ആ ഒരു ജനറൽ നിയോഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് സമർപ്പിക്കുന്നത്. അതോടൊപ്പം ഞങ്ങൾ പങ്കെടുത്ത ഓരോരുത്തർക്കും പ്രത്യേകം നിയോഗങ്ങളുണ്ട്. ഞങ്ങൾ നിങ്ങളോടും പറയുന്നു, ഒരു നിയോഗം വെച്ച് ആ നിയോഗത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് പറയുന്നു, ഇത് നാടകമല്ല, ഹൃദയരക്തം കൊണ്ട് ഒഴുകുന്ന, യേശുവിൻ്റെ ഹൃദയരക്തം കൊണ്ട് ഒഴുകുന്ന സംഭവ മുഹൂർത്തങ്ങളാണ്. ആ മുഹൂർത്തങ്ങളിലേക്ക്, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലെ ആ മുഹൂർത്തങ്ങളിലേക്ക് ഞങ്ങൾ നിങ്ങളെ ഭക്തിപൂർവ്വം ക്ഷണിക്കുന്നു. കാണുക, ആശീർവദിക്കുക. നന്ദി. പ്രാവുകളുണ്ട്, നല്ല ഇനം പ്രാവുകളുണ്ട്. എന്താണ് ഇവിടെ നടക്കുന്നത്? എന്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളോ ഇത് കവർച്ചക്കാരുടെ ഗുഹയാക്കി മാറ്റിയിരിക്കുന്നു. ഇല്ല, ഞാനിത് സമ്മതിക്കില്ല.
എന്ത് അധികാരത്തിലാണ് നീ ഇവയൊക്കെ ചെയ്യുന്നത്? ആരാണ് നിനക്ക് അധികാരം നൽകിയത്? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാം, എന്നോട് ഉത്തരം പറയുക. യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വർഗത്തിൽ നിന്നോ അതോ മനുഷ്യരിൽ നിന്നോ? ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. എന്ത് അധികാരത്തിലാണ് ഞാനിവ ചെയ്യുന്നത് എന്ന് ഞാനും നിങ്ങളോട് പറയുന്നില്ല. ഇല്ല, ഇത് അനുവദിച്ചുകൂടാ. ഇത് ആപത്താണ്. ഇവനെ വധിക്കണം, വധിക്കണം. കുഞ്ഞി, മകനെ, നീ പിന്തിരിഞ്ഞു വന്നോ? അമ്മേ, പൂഴിമണ്ണിലൊരു വെള്ളി നാണയം മറഞ്ഞു കിടക്കുന്നത് ഞാൻ കണ്ടിരുന്നു. പിന്നെ നീ അത് അപ്പോൾ എടുക്കാതിരുന്നത്? അമ്മേ, അത് കുഞ്ഞി, തിമിരം കണ്ണിൽ നിന്നും കരളിലേക്ക് പടരുമ്പോൾ എൻ്റെ മകനല്ലാത്ത പലതിൻ്റെയും വെട്ടം നിന്റെ ചങ്കിലൊട്ടും. അമ്മേ, അങ്ങനൊന്നും പറയില്ലേ. ഒരു വെള്ളി നാണയം, ഒരൊറ്റ വെള്ളി നാണയം. അമ്മയോടായതുകൊണ്ട് ഞാൻ പറയാം. യേശുവ എന്നെ സ്നേഹിത എന്ന് വിളിച്ചിട്ടുണ്ട്, വിരുന്നിന് കൂടെ ഇരുത്തിയിട്ടുമുണ്ട്. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചത് അതിലും അപ്പുറമാ. എല്ലാവരെയും ഭരിക്കുന്ന, എല്ലാവരെയും വരുതിക്ക് നിർത്തുന്ന ഒരു രാജാവ്. അവനെ ഞാൻ വിശ്വസിച്ചതാ. മുഴുവനായും എല്ലാം കൊടുത്തു. എല്ലാം കൊടുത്ത് എൻ്റെ കീശ കാലിയുമായി. എനിക്കെന്തെങ്കിലുമൊക്കെ വേണ്ടേ അമ്മേ? യൂദ, എൻ്റെ കുഞ്ഞി, എൻ്റെ മകൻ തരാത്ത ഏത് ആനന്ദം വിലയ്ക്ക് വാങ്ങാനാണ് നിനക്ക് ഈ വെള്ളി നാണയം? അമ്മേ, പോയി ശാന്തമായി ഉറങ്ങൂ യൂദ. സ്നേഹിതനുമാ നമ്മൾ ഒരുമിച്ച ദേവാലയത്തിൽ, നമ്മൾ ഒരുമിച്ച ദേവാലയത്തിൽ ഒരുപാട് പങ്കുവച്ചിരുന്നു. ഒരു പാത്രത്തിൽ കൈയിട്ടു ഭക്ഷിച്ച്, ഒരു പാത്രത്തിൽ കൈയിട്ടു ഭക്ഷിച്ച് ഒരു ഹൃദയം പോലന്നു നിന്നു, ഒരു ഹൃദയം പോലന്നു നിന്നു. നീ തന്നിതു ചെയ്തു, നീ തന്നിതു ചെയ്തു, നീ തന്നിതു ചെയ്തു, നീ തന്നിതു ചെയ്തു. എല്ലാവരും വാ, നിങ്ങളുടെ കൂടെ ഈ പെസഹ ആഘോഷിക്കുവാൻ ഞാൻ എന്തുമാത്രം കൊതിച്ചു വന്നു. സ്വർഗരാജ്യത്തിൽ ഇനി ഒരുമിക്കുന്നത് വരെ വീഞ്ഞിന്റെ പാത്രത്തിൽ എന്റെ വിരൽ തൊടുകയില്ല. സ്നേഹിതരെ, മരണം കഴുകനെ പോലെ പറന്നിറങ്ങുന്ന ഈ രാത്രിയിൽ നിങ്ങളിൽ ഒരാൾ എന്നെ തള്ളിപ്പറയും. ഞാനാണോ ഗുരു? അത് ഞാനാണോ?
ശിമയോൻ, എങ്കിലും എൻ്റെ ഹൃദയം നിങ്ങൾക്കു വേണ്ടി തുടിക്കുന്നു. ഇതാ, ഇത് അപ്പമല്ല, എൻ്റെ ശരീരമാകുന്നു. വാങ്ങി ഭക്ഷിക്കുവിൻ. ഈ വീഞ്ഞല്ല പ്രിയരെ, പൊട്ടിയൊഴുകുന്ന എൻ്റെ ഹൃദയരക്തം തന്നെയാണ്. ഇതിൽ നിന്നും വാങ്ങി പാനം ചെയ്യുവിൻ. ഗുരു, ഞാൻ പോകുന്നു. യൂദാ, നീ മുക്കിത്തുന്ന അപ്പം എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. ഇനി എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല. യൂദാ, നീ ചെയ്യാൻ ഉറപ്പിച്ചത് ശാന്തമായി ചെയ്തുകൊള്ളൂ. പക്ഷെ അപ്പോഴും ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതൊക്കെ നിന്റെ ചങ്കിൽ ഉണ്ടാവട്ടെ. ക്രൂശം താങ്ങി പോയ നിന്റെ അന്ത്യയാത്രയതിൽ കണ്ണിമേരി അമ്മയോടും ചേർന്നു നിന്നെ അനുഗമിച്ചിടുന്നു ഞങ്ങൾ. ചേർന്നു നിന്നെ അനുഗമിച്ചിടുന്നു ഞങ്ങൾ. യേശു 3 ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഗത്സമൻ തോട്ടത്തിലേക്ക് പോകുന്നു. ശിമയോൻ, യാക്കോബേ, യോവാൻ എൻ്റെ കൂടെ വരൂ. ഞാൻ പോയി പ്രാർത്ഥിക്കട്ടെ. നിങ്ങൾ ഇവിടെ ഇരിക്കുവിൻ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ എൻ്റെ ആത്മാവ് മരണവേദന അനുഭവിക്കുന്നു. നിങ്ങൾ എന്നോടുകൂടെ ഉണർന്നിരിക്കുവിൻ. കഴിയുമെങ്കിൽ ആ മണിക്കൂർ എന്നിൽ നിന്ന് അകന്നു പോകട്ടെ. അങ്ങ് സർവശക്തനാണല്ലോ. ഈ കാസ എന്നിൽ നിന്ന് മാറ്റിത്തരണമേ. എങ്കിലും എന്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ശിമയോനെ, നീ ഉറങ്ങുകയാണോ? 1 മണിക്കൂർ നേരം എന്നോടുകൂടെ ഉണർന്നിരിക്കുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലല്ലോ. പരീക്ഷയിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ആത്മാവ് സന്നദ്ധമാണെങ്കിലും ശരീരം ദുർബലമായിരിക്കുന്നു.
എൻ്റെ പിതാവേ, ഈ കാസ ഞാൻ കുടിക്കാതെ നിവൃത്തിയില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇപ്പോഴും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുകയാണോ? ഇതാ മനുഷ്യപുത്രൻ പാപികളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുവാനുള്ള സമയമായി. എഴുന്നേൽക്കുവിൻ, നമുക്ക് പോകാം. എന്നെ ഒറ്റക്കൊടുക്കുന്നവൻ എത്തിക്കഴിഞ്ഞു. ഗുരു, അങ്ങോട്ട് നോക്കൂ. ഒരു കൂട്ടം ആളുകൾ വാളുകളും വടികളുമായി ഇങ്ങോട്ട് വരുന്നു. ഗുരു, സ്വസ്തി. സ്നേഹിത, നീ ഇതിനാണോ വന്നത്? യൂദാസേ, ചുംബിച്ചുകൊണ്ട് നീ മനുഷ്യപുത്രനെ ഒറ്റിക്കൊടുക്കുകയാണോ? നസ്രായനായ ഈശോ നിങ്ങളാണോ? അത് ഞാൻ തന്നെയാവുന്നു. ഒന്നാം സ്ഥലം, ഈശോ മിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിനുള്ള ബലി ആരംഭിച്ചു കഴിഞ്ഞു. ഈശോ പിലാത്തോസിന് മുൻപിൽ നിൽക്കുന്നു. അവിടുത്തെ ഒന്ന് നോക്കുക. ചമ്മട്ടിയടിയേറ്റ ശരീരം, രക്തത്തിൽ ഒട്ടിപ്പിടിച്ച വസ്ത്രങ്ങൾ, തലയിൽ മുൾമുടി, ഉറക്കമൊഴിഞ്ഞ കണ്ണുകൾ, ക്ഷീണത്താൽ വിറയ്ക്കുന്ന കൈകാലുകൾ, ദാഹിച്ചു വരണ്ട നാവ്, ഉണങ്ങിയ ചുണ്ടുകൾ. പീലാത്തോസ് വിധിവാചകം ഉച്ചരിക്കുന്നു. കുറ്റമില്ലാത്തവൻ കുറ്റക്കാരനായി വിധിക്കപ്പെട്ടു. എങ്കിലും അവിടുന്ന് എല്ലാം നിശബ്ദനായി സഹിക്കുന്നു. നിങ്ങൾ യൂതന്മാരുടെ രാജാവാണോ? ഞാൻ രാജാവാണെന്ന് അങ്ങ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഈ മനുഷ്യർ നിങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്നില്ലേ? നിങ്ങൾക്ക് ആരെയാണ് വേണ്ടത്? യൂതന്മാരുടെ രാജാവായ ഈശോയെയോ അതോ കൊലപാതകയായ ബറാബാസിനെ? യൂതന്മാരുടെ രാജാവെന്ന് വിളിക്കുന്ന ഈശോയെ ഞാൻ എന്ത് ചെയ്യണം? യേശുവേ, നമുക്ക് ഒരുമിച്ച് നിൽക്കാം. ഈ റോമാ പന്നികളുടെ അടിമത്തത്തിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം നേടാം. എന്നോടൊപ്പം വരൂ, നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ചങ്ങലകളെ തകർത്ത് പുറത്തു വാ. റോമാ സാമ്രാജ്യം തകരട്ടെ. റോമാ സാമ്രാജ്യം തകരട്ടെ.
ഈ മനുഷ്യൻ എന്ത് കുറ്റമാണ് ചെയ്തത്? വധശിക്ഷ അർഹിക്കുന്ന യാതൊരു കുറ്റവും ഞാൻ ഇയാളിൽ കാണുന്നില്ല. എന്ത്? നിങ്ങളുടെ രാജാവിനെ ഞാൻ കുരിശിൽ തറയ്ക്കണമെന്നോ? ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. ഞങ്ങൾക്ക് മറ്റൊരു രാജാവില്ല. തീരാരക്തം എൻ പാപം പോക്കുമല്ലോ. കുരിശിൽ പിടഞ്ഞു നീ നേടിയ സ്വാതന്ത്ര്യം ഇന്നെനിക്കേകുമല്ലോ. എനിക്ക് തെറ്റുപറ്റി. യേശു നീതിമാനാണ്. ഇതാ നിങ്ങൾ എനിക്ക് തന്ന പണം. അവനെ വെറുതെ വിടൂ. നിഷ്കളങ്ക രക്തമാണ് ഞാൻ ഒറ്റുകൊടുത്തത്. ഞാൻ പാപിയാണ്. കടന്നു പോകൂ. നീ പോയി നിന്റെ കാര്യം നോക്കുക. ഇതാ നിങ്ങളുടെ പണം. നീതിമാന്റെ രക്തത്തിന്റെ വില. ഇതെന്നെ പ്രാന്തനാക്കുന്നു. വേണ്ട, വേണ്ട, എനിക്ക് പണം വേണ്ട. ഈ കൈകളിൽ എന്റെ ഗുരുവിന്റെ രക്തമുണ്ട്. ഈ കൈകളിൽ എന്റെ ഗുരുവിന്റെ രക്തമുണ്ട്. ഞാൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. കൈകളിൽ എന്റെ ഗുരുവിന്റെ രക്തം. ഞാൻ ജീവിച്ചിരിക്കാൻ യോഗ്യനല്ല. മരിക്കണം, മരിക്കണം, മരിക്കണം. കുരിശു ചുമന്നിടുന്നു, ലോകത്തിൻ വിനകൾ ചുമന്നിടുന്നു. നീങ്ങുന്നു ദിവ്യനാഥൻ, നിന്ദനം നിറയും നീരത്തിലൂടെ. എൻ ജനമേ ചൊൽക, ഞാൻ എന്തു ചെയ്തു കുരിശിന്റെ തോളിലേറ്റ. പൂന്തേ തുളുമ്പുന്ന നാട്ടിൽ ഞാൻ നിങ്ങളെ ആശയോടാലയിച്ചു. എന്തേ ഇതം നിങ്ങളെല്ലാം മറന്നെന്റെ ആത്മാവിനാതങ്കമേറ്റി. രണ്ടാം സ്ഥലം ഈശോ മിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് അവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നു. ഈശോയുടെ ചുറ്റും നോക്കുക, സ്നേഹിതന്മാർ ആരുമില്ല. യൂദാസ് അവിടുത്തെ ഒറ്റുകൊടുത്തു. പത്രോസ് അവിടുത്തെ പരിത്യജിച്ചു. മറ്റു ശിഷ്യന്മാർ ഓടിയൊളിച്ചു. അവിടുത്തെ അത്ഭുത പ്രവൃത്തികൾ കണ്ടവരും അവയുടെ ഫലം അനുഭവിച്ചവരും ഇപ്പോൾ ഇവിടെ. ഓശാന പാടി എതിരേറ്റവരും ഇന്ന് നിശബ്ദരായിരിക്കുന്നു. ഈശോയെ സഹായിക്കുവാനോ ഒരാശ്വാസവാക്ക് പറയുവാനോ അവിടെ ആരുമില്ല. കുരിശിൻ കനത്ത ഭാരം താങ്ങുവാൻ
അറിയാതെ ലോകനാഥൻ പാദങ്ങൾ പതറി വീണു, കല്ലുകൾ നിറയും പേരുവഴിയിൽ. തൃപ്പാദം കല്ലിന്മേൽ തട്ടി മുറിഞ്ഞു, ചെന്നിണം വാങ്ങൊഴുകി. മാനവരില്ല മാനവരില്ല താങ്ങി തുണച്ചിടുവാൻ. അനുതാപമൂറുന്ന ചുടുകണ്ണുനീർ തൂകി അണയുന്നു മുന്നിൽ ഞങ്ങൾ. മൂന്നാം സ്ഥലം ഈശോ മിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കല്ലുകൾ നിറഞ്ഞ വഴി, ഭാരമുള്ള കുരിശ്, ക്ഷീണിച്ച ശരീരം, വിറയ്ക്കുന്ന കാലുകൾ. അവിടുന്ന് മുഖം കുത്തി നിലത്തു വീഴുന്നു. മുട്ടുകൾ പൊട്ടി രക്തമൊലിക്കുന്നു. യൂതന്മാർ അവിടുത്തെ പരിഹസിക്കുന്നു. പട്ടാളക്കാർ അടിക്കുന്നു. ജനക്കൂട്ടം മാർപ്പ് വിളിക്കുന്നു. അവിടുന്ന് മിണ്ടുന്നില്ല. വഴിയിൽ കരഞ്ഞു വന്നോരമ്മയെ തനയൻ തിരിഞ്ഞു നോക്കി. സ്വർഗീയ കാന്തി ചിന്തും മിഴികളിൽ കൂരമ്പു താണിറങ്ങി. ആരോട് നിന്നെ ഞാൻ സാമ്യപ്പെടുത്തും, കഥനം പേരും കടലേ. ആരറിഞ്ഞാഴത്തിൽ അല തള്ളി നിൽക്കുന്ന മിന്മനോവേദന. നിൻ കണ്ണുനീരാൽ കഴുകേണമെന്നിൽ പതിയുന്ന മാലിന്യമെല്ലാം. നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ച് തന്റെ മാതാവിനെ കാണുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കുരിശ് യാത്ര മുന്നോട്ട് നീങ്ങുന്നു. ഇടയ്ക്ക് സങ്കടകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാവ് ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ, വിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. അമ്മയും മകനും സംസാരിക്കുന്നില്ല. മകന്റെ വേദന അമ്മയുടെ ഹൃദയം തകർക്കുന്നു. അമ്മയുടെ വേദന മകന്റെ ദുഃഖം വർദ്ധിപ്പിക്കുന്നു. ഇതവരുടെ മകനാണ്. അല്പം കരുണ കാണിക്കൂ. കുരിശു ചുമന്നു നീങ്ങും നാഥനെ ശിമയോൻ തുണച്ചിടുന്നു. നാഥാ നിൻ കുരിശു താങ്ങാൻ കൈവന്ന ഭാഗ്യമേ ഭാഗ്യം. നിൻ കുരിശെത്രയോ ലോലം, നിൻ മുഖം ആനന്ദദായകം. അഴലിൽ വീണുഴലുന്നോ കവലംബമേകുന്ന കുരിശേ നമിച്ചിടുന്നു. സുരലോകനാഥാനിൻ കുരിശൊന്നു താങ്ങുവാൻ തരണേ വരങ്ങൾ നിരന്തം. അഞ്ചാം സ്ഥലം ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോടുകൂടെ മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിയിൽ വെച്ച് തന്നെ മരിച്ചു പോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. കെവ്രീൻകാരനായ ആ മനുഷ്യൻ അലക്സാണ്ടറിന്റെയും റോപ്പോസിന്റെയും പിതാവായിരുന്നു. അവിടുത്തെ കുരിശ് ചുമക്കുവാൻ അവർ അയാളെ നിർബന്ധിച്ചു. അവർക്ക് ഈശോയോട് സഹതാപം തോന്നിയിട്ടല്ല, ജീവനോടെ അവിടുത്തെ കുരിശിൽ തറയ്ക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. വാടിത്തളർന്നു മുഖം നാഥന്റെ
കണ്ണുകൾ കാണുമങ്ങി വേറോനിക്കാമിഴി നീ തൂകിയ ദിവ്യാനനം തുടച്ചു മാലാഖമാർക്കെല്ലാം ആനന്ദമേകുന്ന മാനത്തെ പൂനിലാവേ താബോർ മാമല മേലേ നിൻമുഖം സൂര്യനെ പോലെ മിന്നി ഇന്നാമുഖത്തിൻ്റെ ലാവണ്യമൊന്നാകെ മങ്ങി ദുഃഖത്തിൽ മുങ്ങി. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഭക്തയായ വെറോനിക്ക മിശിഹായെ കാണുന്നു. അവളുടെ ഹൃദയം സഹതാപത്താൽ നിറഞ്ഞു. അവൾക്ക് അവിടുത്തെ ആശ്വസിപ്പിക്കണം. പട്ടാളക്കാരുടെ മധ്യത്തിലൂടെ അവൾ ഈശോയെ സമീപിക്കുന്നു. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊള്ളട്ടെ, സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. പരമാർത്ഥ ഹൃദയർ അവിടുത്തെ കാണും. അങ്ങിൽ ശരണപ്പെടുന്നവരാരും നിരാശരാവുകയില്ല. അവൾ ഭക്തിപൂർവം തന്റെ തൂവാലയെടുത്തു. രക്തം പുരണ്ട മുഖം വിനയപൂർവം തുടച്ചു. ഉച്ചവേളിൽ പോരിഞ്ഞു ദുസ്സഹ മർദ്ദനത്താൽ വലഞ്ഞു ദേഹം തളർന്നു താഴൂ രക്ഷകൻ വീണ്ടും നിലത്തു വീണു. ലോകപാപങ്ങളാണങ്ങയെ വീഴിച്ചു വേദനിപ്പിച്ച ദൈവം ഭാരം വഹിച്ചോരൻ ക്രൂശു നിർമ്മിച്ചവൻ പാപങ്ങൾ തന്നെയല്ലോ. താപം കലർമങ്ങി പാദം പുണർന്നു ഞാൻ കേഴുന്നു കനിയേണമെന്നിൽ. ഏഴാം സ്ഥലം ഈശോ മിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോ ബലഹീനനായി വീണ്ടും നിലത്ത് വീഴുന്നു. മുറിവുകളിൽ നിന്ന് രക്തമൊഴുകുന്നു. ശരീരമാകെ വേദനിക്കുന്നു. ഞാൻ പൂഴിയിൽ വീണുപോയി. എൻ്റെ ആത്മാവ് ദുഃഖിച്ചു തളർന്നു. ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നു. അവിടുന്ന് അതൊന്നും ഗണ്യമാക്കുന്നില്ല. എൻ്റെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ലാതെ അവിടുന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. മുസ്ലിമിൻ പുത്രിമാരേ നിങ്ങളിൽ എന്നെയോർത്തെന്നീലേവം കരയുന്നു നിങ്ങളെയും സുതരെയും ഓർത്തോർത്തു കേഴുകൊള്ളിൻ. വേദന തിങ്ങുന്ന കാലം വരുന്നു കണ്ണീരണിഞ്ഞ കാലം. മലകളെ ഞങ്ങളെ മൂടുവിൻ വേഗമേ ആരവം കേൾക്കുമെന്നും കരളൊന്നു കരയുന്ന നാരീഗണത്തിനും നാഥൻ സമാശ്വാസമേകി. എട്ടാം സ്ഥലം ഈശോ മിശിഹ ഓർസ്ലേം നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഓസ്ലത്തിന്റെ തെരുവുകൾ ശബ്ദായമാനമായി. പതിവില്ലാത്ത ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. എന്നെ ഓർത്ത് നിങ്ങൾക്കറിയേണ്ട, നിങ്ങളെയും
നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവിൻ. കൈകാലുകൾ കുഴഞ്ഞു, നാഥന്റെ തിരുമൈ തളർന്നുലഞ്ഞു. കുരിശുമായി ഒന്നാമതും കുഴിയിൽ വീഴുന്നു ദൈവപുത്രൻ. മെഴുകുപോലെന്നോട് ഹൃദയമൊരുകി, കണ്ടം വരണ്ടുണങ്ങി. താണുപോയി നാവെന്റെ ദേഹം നുറുങ്ങി, മരണം പറന്നിറങ്ങി. വളരുന്നു ദുഃഖങ്ങൾ, തളരുന്നു പൂവേനി, ഉരുകുന്നു കരളിന്റെ ഉള്ളം. 9-ാം സ്ഥലം ഈശോ 3-ാം പ്രാവശ്യം വീഴുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ പുരുഷനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല. രക്തമെല്ലാം തീരാറായി. തല കറങ്ങുന്നു, ശരീരം വിറയ്ക്കുന്നു. അവിടുന്ന് അതാ നിലം പതിക്കുന്നു. സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല. ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു. ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല. അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു. എത്തി വിലാപയാത്ര, കാൽവരി കുന്നിൻ മുകൾ പരപ്പിൽ. നാഥന്റെ വസ്ത്രമെല്ലാം ശത്രുക്കൾ ഒന്നായുരിഞ്ഞു നീക്കി. വൈരികൾ തിങ്ങി വരുന്നെന്റെ ചുറ്റിലും ഘോരമാം ഗർജനങ്ങൾ. ഭാഗിച്ചെടുത്തെന്റെ വസ്ത്രങ്ങളെല്ലാം പാപികൾ വൈരികൾ. നാഥാവിശുദ്ധിതൻ തൂവെള്ള വസ്ത്രങ്ങൾ അണിവാർന്നു ചാർത്തേണമെന്നേ. 10-ാം സ്ഥലം ദിവ്യരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഗാഗുൽത്തായിലെത്തിയപ്പോൾ അവർ അവിടത്തേക്ക് മീറകലർത്തിയ വീഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4ആയി ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും ചെയ്തു. മേലങ്കി തയ്യൽ കൂടാതെ നെയ്യപ്പെട്ടതായിരുന്നു. അത് ആർക്ക് ലഭിക്കണമെന്ന് ചിട്ടിയിട്ട് തീരുമാനിക്കാം എന്നവർ പരസ്പരം പറഞ്ഞു. എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു, എൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെഴുത്ത് അങ്ങനെ അന്വർത്ഥമായി. കുരിശിൽ കിടത്തിയിടുന്നു, നാഥന്റെ കൈകാൽ തറച്ചിടുന്നു. മർത്യനു രക്ഷ നൽകാനെത്തിയ ദിവ്യമാം കൈകാലുകൾ. കനിവറ്റ വൈരികൾ ചേർന്നു തുളച്ചെന്റെ കൈകളും കാലുകളും. പെരുകുന്നു വേദന, ഉരുകുന്നു ചേതന, വിലയറ്റ നീർക്കയം. മരണം പരത്തിയോരിരുളിൽ കുടുങ്ങി ഞാൻ, ഭയമെന്നെ ഒന്നായി വിഴുങ്ങി. 11-ാം സ്ഥലം ഈശോ മിശിഹാ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ, ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണി തറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യന് സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു.
12-ാം സ്ഥലം ഈശോ മിശിഹാ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. 2 കള്ളന്മാരുടെ നടുവിൽ അവിടുത്തെ അവർ കുരിശിൽ തറച്ചു. കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കൾക്ക് വേണ്ടി അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല കള്ളനെ ആശ്വസിപ്പിക്കുന്നു. മാതാവും മറ്റു സ്ത്രീകളും കരഞ്ഞുകൊണ്ട് കുരിശിന് താഴെ നിന്നിരുന്നു. ലാമാ സബക്താനി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തിനു നീ എന്നെ ഉപേക്ഷിച്ചു? സ്ത്രീയെ, ഇതാ നിന്റെ മകൻ, ഇതാ നിന്റെ അമ്മ. എനിക്ക് ദാഹിക്കുന്നു. പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിന് ഞാനിതാ സമർപ്പിക്കുന്നു. സകലതും പൂർത്തിയായി. താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾക്കൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു? 13-ാം സ്ഥലം മിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അന്ന് വെള്ളിയാഴ്ചയായിരുന്നു. പിറ്റേന്ന് ശാബതമാകും. അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുരിശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു. എന്തെന്നാൽ ആ ശാബതം വലിയ ദിവസമായിരുന്നു. തന്മൂലം കുരിശിൽ തറയ്ക്കപ്പെട്ടവരുടെ കണങ്കാലുകൾ തകർത്ത് ശരീരം താഴെ ഇറക്കണമെന്ന് അവർ പീലാത്തോസിനോട് ആവശ്യപ്പെട്ടു. ആകയാൽ പടയാളികൾ വന്ന് മിശിഹായോടുകൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടിരുന്ന 2 പേരുടെയും കണങ്കാലുകൾ തകർത്തു. ഈശോ പണ്ടേ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല. അമ്മ കന്യാ മണി തന്റെ നിർമ്മല ദുഃഖങ്ങളിപ്പോൾ നന്മയാലേ മനസ്സുറ്റു
കേട്ടുകൊണ്ടാലും ദുഃഖമൊക്കെ പറവാനോ വാക്കുപോരാ മാനുഷക്ക് ഉൾക്കനെ ചിന്തിച്ചു കൊള്ളുവാൻ ബുദ്ധിയും പോരാ. പതിനാലാം സ്ഥലം ഈശോ മിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. അനന്തരം പീലാത്തോസിന്റെ അനുവാദത്തോടെ റാംസാക്കാരനായ യോസേപ്പ് ഈശോയുടെ മൃതദേഹം ഏറ്റെടുത്തു. 100 റാത്തിലോളം സുഗന്ധക്കൂട്ടുമായി നിക്കോദേമോസും അയാളുടെ കൂടെ വന്നിരുന്നു. യൂതന്മാരുടെ ആചാരം അനുസരിച്ച് കച്ചകളും പരിമള ദ്രവ്യങ്ങളും കൊണ്ട് ശരീരം പൊതിഞ്ഞു. ഈശോയെ കുരിശിൽ തറച്ചെടുത്ത് ഒരു തോട്ടവും അവിടെ ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. ശാബദം ആരംഭിച്ചിരുന്നത് കൊണ്ടും കല്ലറ അടുത്തായിരുന്നത് കൊണ്ടും അവർ ഈശോയെ അവിടെ സംസ്കരിച്ചു. എൻ മനോവാക്കിൻവശം പറഞ്ഞാലോ കഴിയുമില്ല. അമ്മ കന്നി തുണയെങ്കിൽ പറയാമൽപ്പം. സർവമാനുഷർക്കു വന്ന സർവദോഷോത്തരത്തിനാ സർവനാഥൻ മിശിഹായും മരിച്ച ശേഷം സർവനന്മ കടലോന്റെ സർവപങ്ക പാടു കണ്ടു സർവദുഃഖം നിറഞ്ഞമ്മ പുത്രനെ നോക്കി. പരിത്രാണകനാമീശോ പോരുക മമ മാനസപ്പൂവാടിയിൽ പോരുക ദിവ്യ സ്നേഹാഗ്നി വീശി എന്നിൽ വാഴുക സൂര്യദീപ്തി ചിന്തി എന്നും വാഴുക പരിത്രാണകനാം ഈശോ പോരുക മമ മാനസപ്പൂവാടിയിൽ പോരുക ദിവ്യ സ്നേഹാഗ്നി വീശി എന്നിൽ വാഴുക സൂര്യദീപ്തി ചിന്തി എന്നും വാഴുക. സ്നേഹമുള്ളവരെ, നമ്മുടെ കുരിശിൻ്റെ വഴിയുടെ ദൃശ്യാവിഷ്കാരം ഇവിടെ സമാപിക്കുകയാണ്. 50-ലധികം കലാകാരന്മാർ നമ്മുടെ ജോസഫ് അക്കരെ പറ്റിയേക്കലിൻ്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി
ആവിഷ്കരിച്ച നമ്മുടെ കുരിശിൻ്റെ വഴി ഏറ്റവും മനോഹരമായിരുന്നു. നമ്മുടെ ഇടവകയുടെ പേരിലുള്ള സ്നേഹവും നന്ദിയും നമുക്ക് നല്ല കയ്യടിയോടുകൂടെ അറിയിക്കാം. അവരെ ദിവസങ്ങളോളം പ്രാക്ടീസ് ചെയ്ത്, നമുക്കറിയാം എല്ലാവർക്കും ജോലിയും അതുപോലെയുള്ള തിരക്കുകളുടെ ഇടയിലാണ്. പ്രത്യേകിച്ച് ചില ദിവസങ്ങളിലെ കാലാവസ്ഥയും വളരെ പരിതാപകരമായിരുന്നു. അപ്പോഴൊക്കെ അതൊന്നും ചെയ്യാതെ ഒരു പ്രത്യേക നിയോഗത്തോടെ, അത് നമ്മുടെ ഇടവകയുടെ നിയോഗവും വ്യക്തിപരമായ നിയോഗങ്ങളോടും കൂടെ ഈ സംരംഭം ഭംഗിയായി അവതരിപ്പിച്ചു. നമ്മുടെ കുഞ്ഞു മക്കൾ തൊട്ട് പ്രായമായവർ വരെ ഇതിൽ പങ്കെടുത്തു. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമ്മുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അറിയിക്കുകയാണ്. തമ്പുരാൻ അവരുടെ പ്രത്യേക നിയോഗങ്ങളും നമ്മുടെ ഇടവകയുടെ പ്രത്യേക നിയോഗവും പൂർത്തീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പേരിൽ പ്രത്യേകിച്ച് അതിന് കുട്ടികളെയും അതുപോലെ മറ്റുള്ളവരെയൊക്കെ അതിന് സമയാസമയങ്ങളിൽ കൊണ്ടുവന്ന് പ്രാക്ടീസിനും ഒക്കെ ചെയ്ത മാതാപിതാക്കൾക്കും ബാക്കി എല്ലാവർക്കും പ്രത്യേകം ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. ജോസഫ് ഏട്ടൻ അതിനെക്കുറിച്ച് 2 വാക്ക് പറയും. വേറൊന്നും പറയാനില്ല. ഞാൻ അഭിനയിച്ചവരും കഥാപാത്രങ്ങളെ കുറിച്ച് പറയാണ്. ജീസസ് ക്രൈസ്റ്റ് അഭിനയിച്ചത് ഡെന്നീസ് ജോൺ. സ്റ്റേജിലേക്ക് വരിക എല്ലാവരും. ഡെന്നീസ് ജോൺ. പരിശുദ്ധ മാതാവായിട്ട് അഭിനയിച്ചത് ഷൈനി ലിജോ. ശിഷ്യന്മാര് എല്ലാവരും കയറി സ്റ്റേജിലേക്ക് വരിക. ആൻഡ്രിയൽ ബിജു, ഷെയ്ൻ ജോസഫ്, ആരൻ ജോഷി, റോബിൻ കുര്യാക്കോസ്, ഷിബു കുരിശുമൂട്ടിൽ, ജതിൻ, ഡെൻസിൽ എബ്രഹാം, സുമോദ് കുര്യൻ, ടോം തോമസ്, സിറിയക് സന്തോഷ്, ബോബൻ കുര്യൻ, ടോണി ആൻ്റണി, പിലാത്തോസ്, ഏബൽ ബിജു, ബറാബസ്, മിഖായിൽ പി. പുരോഹിതന്മാർ രാജേഷ് കെ വി, ബിബിൻ പീറ്റർ. പടയാളികൾ കെവിൻ രാജേഷ്, എറിൻ ജോസഫ്, അലക്സ് ആൻ്റണി, വെറോനിക്ക, കെസിയ രാജേഷ്. മാതാവിൻ്റെ കൂടെയുള്ള ഭക്തസ്ത്രീകൾ ജിൻസി അനു, മരിയ ബാബു, ഒരാളും കൂടി ഉണ്ട്, അയാളുടെ പേര് മിസ്സിസ് ജിതിൻ, ക്രിസ്റ്റി ജിതിൻ. ഇനി ജെറുസലേം സ്ത്രീകളായിട്ട് ആൻഡ്രിയ ജോസഫ്, അനബൽ എൽസ, ഷിജോ, അയോണ ലിജോ, ഐറിൻ സിജി, മരിയ റോബിൻസ്, ഷെറിയ ജോബിൻ, ആൻമരിയ ജോഷി. ഇനി വേറെ കുറച്ചുകൂടി പേരുകളുണ്ട്. എല്ലാവരും പങ്കെടുത്ത് എല്ലാവരും കയറി വാ. ഇനി സിമയോനോട്ട് പങ്കെടുത്തത് അദിൽ ജോഷി. സിമയോൻ്റെ മക്കളായിട്ട് ആൻഡ്രിയൻ ലിജോ ആൻഡ് മരിയ റോബിൻസ്. നിക്കോദമസ് ആയിട്ട് വന്നത് തോമസ് എൻ യു ആൻഡ് രോഹിത് ജോബിൻ. പിന്നെ ക്രൗഡിലെ കണ്ടമാനം കുട്ടികൾ വന്നിട്ടുണ്ട്. ആ പങ്കെടുത്ത കുട്ടികളിലൊക്കെ അതിൽ കയറി നിൽക്കുക. എല്ലാവരും വന്നല്ലോ അല്ലേ? മിഖായിൽ പി ആണ് ഇതിനു വേണ്ടി എഡിറ്റിംഗ് ഒക്കെ തയ്യാറാക്കിയത്, സൗണ്ട് റെക്കോർഡ് കാണിക്കിയത്. കൊയറിൽ ഡിബു ബേബി, പ്രിൻസി ജോർജ്, ജിഷ ബിജു. നരേഷൻ ചെയ്തത് ജിഷ ബിജു. പിന്നെ കീബോർഡ് അരുൺ സിജി, വയലിൻ ബെനോ സെബാസ്റ്റ്യൻ, എഡ്മിൻ സെബാസ്റ്റ്യൻ, മേക്കപ്പ് ആൻസൺ ആൻഡോ, ലൈറ്റ് ആൻഡ് സൗണ്ട് പോൾ ജോസഫ് ആൻഡ് അനു ഷിജോ ആൻഡ് ആൻസനും കൂടി ഇതിലുണ്ട്. ഇനി ഇതിന് സംവിധാനം 2 പേരാണ്, ഫാദർ ഫ്രാൻസിസ് അക്കരപ്പട്ടിയേക്കൽ ആൻഡ് ജോസഫ് അക്കരപ്പട്ടിയേക്കൽ. അനീഷ് ആൻഡ് വീഡിയോ അനീഷ് മാറമറ്റം ആൻഡ് ടീം. ഫോട്ടോ ജിസ് ആൻ്റണി. കർട്ടൻ നമ്മൾ ഇതിനു വേണ്ടി സഹകരിച്ച കണ്ടമാനം വേറെ പേരുണ്ട്. ഒന്ന് മനോജ്,
ഗാഗുൽ താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽ താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾപ്പൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. മുന്തിരി ഞാൻ നട്ട